ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുത്തച്ഛന്മാരുടെ വീട്ടിലെ 2 ദിവസത്തെ നോമ്പ് തുറ വിശേഷങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇവിടെ നിൽക്കാനുള്ള കാരണം ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ 2 മുത്തച്ഛന്മാരുടെ വീടും അടുത്തടുത്താണ് കേട്ടോ വരുന്നത്. അപ്പോൾ ആദ്യം ചെറിയ മുത്തച്ഛൻ്റെ അവിടുത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ കാണാം കേട്ടോ. അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മസാലയും കാര്യങ്ങളൊക്കെ കൂട്ടലും ഇതാക്കലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വൈകുന്നേരമാണ് കേട്ടോ. പക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ പൊരിച്ചെടുക്കുന്നുണ്ട്. മസാലയൊക്കെ രാവിലെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബ്രെഡ് കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ രാവിലെ പത്തിരിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി അതുപോലെ പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ മുത്തച്ഛൻ്റെ അവിടെ ചെറിയ മുത്തച്ഛൻ്റെ അവിടെ വലിയ മുത്തച്ഛിയും അതുപോലെ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെയാണ് കേട്ടോ നോമ്പ് തുറക്കണത്. അതുപോലെ തന്നെ നാരങ്ങ വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ അടക്കാപ്പായും പാലും കൂടിയിട്ട് അങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പത്തിരി ഞാൻ പറഞ്ഞില്ലേ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ചിക്കൻ കറിയും രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് ലിയത ഫസ്റ്റ് നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ അവൾ കടന്ന് ഉരുണ്ട്. ഞാൻ ഉച്ചക്ക് കുറേ പറഞ്ഞു മുറിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊന്നും കേട്ടില്ല കേട്ടോ. പിന്നെ അതാ മേശമ്മ കിടക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ബാങ്ക് കൊടുക്കണം ടൈമായപ്പോഴും. പിന്നെ വീണുണ്ടാവും, എന്നാലും മറ്റവരൊക്കെ എല്ലാം ആക്റ്റീവായിട്ടായിരുന്നു കേട്ടോ. ഇവള് ഇതുപോലെ കരഞ്ഞിട്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. ആ ടൈമിലും അവൾ ക്ഷീണം കൊണ്ട് കിടക്കുകയാണ് കേട്ടോ ചെയ്യണത്. വെള്ളം കുടിച്ചിട്ടും ക്ഷീണം കൊണ്ട് കിടക്കുക തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അവരുടെ പാത്രത്തിലിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് വലിയ മൂത്തച്ഛൻ്റെ അവിടെ നോമ്പ് തുറക്കണത് വിശേഷമാണ് കേട്ടോ ഇത് കാണിക്കണത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് കേങ്ങും ഉള്ളിയും ചിക്കനും ഒക്കെ ഇട്ട് മസാല ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു ഇൻസ്റ്റയിൽ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീഡിയോ കണ്ടതാണ്. ഇങ്ങനെ നമ്മൾ മൈദ കൂട്ടിയിട്ട് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ അത് ഒട്ടിച്ചെടുത്താൽ മതി എന്നില്ലേ കണ്ടപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയാൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. സമൂസയൊക്കെ നമുക്ക് കൈമാവില്ല. പിന്നെ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ സമൂസക്കുള്ള മസാലയൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരമാണ് ഇതൊക്കെ ഫില്ല് ചെയ്ത് പൊരിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾക്കൊന്നും നോമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ആ നോമ്പ് എടുത്തിട്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. പിന്നെ രാത്രിയൊക്കെ കിടക്കുകയായിരുന്നു കേട്ടോ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടും. പിന്നെ ഞാൻ ഓളെ വലിച്ച് നീപ്പിച്ച് എണീറ്റിട്ട് കഞ്ഞി കൊടുക്കാണ്ട് ചെയ്തത്. പത്തിരി ഒന്നും കഴിച്ചില്ല. പിന്നെ കഞ്ഞി കൊടുത്ത് അങ്ങനെ പിന്നെയും കിടന്നുറങ്ങാണ്ട് ചെയ്ത്. ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഈ റമദാൻ മാസം നല്ല ചൂടുള്ള ടൈമല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നോമ്പ്. ഇപ്പോൾ രണ്ടാമത്തെ നോമ്പ് സമൂസയ്ക്ക് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നെയ്ച്ചോറ് വെക്കാമെന്ന് പറഞ്ഞിട്ട് അതായിരുന്നു കേട്ടോ. അന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. അപ്പം ചിക്കൻ കറി അതും
റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നെയ്ച്ചോറ് കുക്കറിൽ ഇതാക്കിയേക്കാം കേട്ടോ. പിന്നെ എനിക്ക് എന്ത് വെള്ളം ഉണ്ടാക്കിയാലും നാരങ്ങ വെള്ളം വേണം കേട്ടോ. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ മാങ്ങ കൊണ്ട് ജ്യൂസ് അടിച്ചിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതാ ചായക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം അതുപോലെ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാക്ക് തണുപ്പില്ലേ പറ്റൂല, അപ്പം ഉമ്മാക്ക് തണുപ്പില്ലാതെ അങ്ങനെ വെച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ അതാണ് കേട്ടോ നെയ്ച്ചോറ്. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവർ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നോമ്പ് തുറക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ രണ്ട് മുത്തച്ഛൻ്റെ അവിടെയില്ല നോമ്പ് തുറ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താവുകൊണ്ട് നമ്മൾ രണ്ട് വീട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിച്ച് അങ്ങനെ രണ്ടോ ഓരോ ദിവസങ്ങൾ കഴിയാൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് നിൽക്കാനുള്ള കാരണങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വരിക കേട്ടോ. എന്നിട്ട് ഈ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.